അളിയ തുറക്കല്ലേ, സുധീഷ് എണീറ്റില്ല. നിങ്ങൾ തുറക്കളിയാ, നമ്മള് അമ്പലത്തെ ഭണ്ഡാരൊന്നും കുത്തി വിളിക്കാൻ പോകില്ലല്ലോ. എന്നാലും കല്യാണവും റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ നേരം വെളുത്തേരിയ കിടന്ന് ഉറങ്ങി. ഓനോടൊന്ന് ചോദിച്ചിട്ട് പോരെ. അയ്യാ, സുധീഷ് നിങ്ങളെ മോൻ തന്നെ. ഇത്ര കാലമായി നടക്കാത്ത കല്യാണം ഈ ബ്രോക്കറെ പണിക്കരെ സാധിച്ച് നിങ്ങളല്ല നടത്തി കൊടുത്ത്. അവർക്ക് കൊടുക്കാനുള്ള പൈസ സുധീഷ് കൊടുക്കോ? അത് നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ? അത് ഈ പറഞ്ഞത് ശരിയാണല്ല. രണ്ടാൾക്കും 20 തോതിൽ കൊടുക്കാനാണ് കണ്ടില്ല. നിങ്ങളെ പൈസ ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്, ഇത് തുറക്കി. ഇത് തുറന്നിട്ട് വേണം കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്ത് ബാധ്യത തീർക്കാൻ. അല്ല അളിയ, ഇതിപ്പോ എടുത്ത് പൊട്ടിക്ക് വെച്ചോ, ഇപ്പൊ കണക്കൊക്കെ ഒന്ന് ക്ലിയർ ആവൂ. പിന്നെന്താ ക്ലിയർ ആയണ്ടേ? എടുക്കുന്ന കവറിന്റെ മോള് അതിന്റെ പൈസയും ആളെ പേര് എഴുതിച്ചാ പോരെ. എന്നാ തുറക്കല്ലേ. പിന്നല്ല, അതാരാ പഠിക്കൽ വന്നിക്കുന്നത്? അത് നമ്മൾ പണിക്കരാണല്ലോ. ഇത്ര ആൾക്കാർ കൂടെ വന്നു. പൈസ വാങ്ങാൻ വരിക. നമ്മള് രാവിലെ ഇങ്ങോട്ട് മൂന്ന് ചേച്ചിട്ട് രാവിലെ തന്നെ വന്നതാ. എന്താണ് ഒളിപ്പിക്കല്? ആ പണിക്കരട്ടാ, ഇങ്ങോട്ട് കയറി വരി. എന്തൊക്കെയുണ്ട് വർത്താനോ? അല്ല തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായോ രാവിലെ തന്നെ? അല്ല അങ്ങനെ ഞാനിങ്ങനെ കാത്തിച്ചേനി. ആണല്ലേ? എനിക്ക് തോന്നിയത്. എന്നാ കുത്തിരി. സുരേന്ദ്രേട്ടാ, നമുക്ക് ഒരു പായോ പലക നീ കിട്ടുമോ? എന്തിനാ കവടി നിർത്താൻ? എന്തൊരു കഷ്ടാണ്. ഞാൻ എനിക്ക് ശരിക്കും പോകേണ്ട തലശ്ശേരിയാണ് പ്രശ്നം വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ആ ഓർമ്മയിൽ ഇവിടെ എല്ലോ ക്ഷമിക്കണം കേട്ടോ സുരേന്ദ്രേട്ടാ, അറിയാനായിപ്പോയത് കേട്ടോ. ഓഹോ, തലശ്ശേരിക്ക് പോവാറുണ്ടോ പ്രശ്നം വെക്കാൻ? ആ, തലശ്ശേരി മാത്രമല്ല, അതിന് അപ്പുറമൊക്കെ പോവാറുണ്ട്. എന്ത് ചെയ്യാൻ, ആൾക്കാർക്ക് എന്നെ അത്ര വിശ്വാസം. എന്നാലും ഇത്ര രാവിലെ തന്നെ വരണ്ടില്ലേ? ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ. സാമ്പത്തിക കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ്, ശീഘ്രം. എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ട് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ചില ഏരപ്പന്മാര് രാവിലെ തന്നെ മുങ്ങിക്കാറ്. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അത് നിങ്ങളെ പറ്റി അല്ല കേട്ടോ, ഒന്നും തോന്നരുതേ. സുരേന്ദ്രേട്ടാ, അതാണ് നോക്കണത്. ഇയാൾ ഇത്ര നമ്മളെ വന്നിരിക്കുകയാണ്, പൈസ വാങ്ങാൻ ഒരു ഉളുപ്പില്ലാണ്ട്. അപ്പൊ നിങ്ങളോ? നിങ്ങള് രാവിലെ തന്നെ അവിടെ എത്തിയില്ല. ഞാൻ നീ ഉദ്ദേശിച്ച കാര്യത്തിന് വന്നതല്ല. ഞാൻ തലശ്ശേരി ഒരു താമ്പൂല പ്രശ്നമുണ്ട്, അവിടേക്ക് പോവാ. അപ്പൊ പോണ വഴിക്ക് കല്യാണം കഴിഞ്ഞ വീടല്ലേ, അപ്പൊ എന്തൊക്കെയായി വിശേഷം അറിയാൻ വേണ്ടി വന്നതാ. രണ്ടാളായി തുറക്കല്ലേ? സുരേന്ദ്രേട്ടാ, ഞാൻ ഇതിലെ പോകുമ്പോ ഒന്ന് കേറിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലേ കല്യാണ പിറ്റേന്ന് വരാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് വന്നതാണ്. രാവിലെ തന്നെ വരണ്ടില്ലേ? നിങ്ങൾ എന്തിട്ടാ പറയുന്നേ? ഈ സുരേന്ദ്രേട്ടന്റെ മോന് 10-250 സ്ഥലത്ത് പോയി പെണ്ണെന്തിട്ട് ഒന്നും ശരിയില്ല. ഞാനുണ്ടല്ലോ ഈ തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം ഒക്കെ പോയി ഒന്നും ഇറങ്ങി ഇങ്ങോട്ട് കളിച്ചിട്ടാണ് ഇത് ശരിയായി കിട്ടി. അറിയാം നിങ്ങക്ക്? പെണ്ണിന് ശരിയായിക്കോട്ടെ, നീ തന്നെയാണ്. പക്ഷെ ജാതകത്തിലൊക്കെ ഇന്നത്തെ കാലത്ത് എന്ത് കാര്യമുണ്ട്? ജാതകം പറ്റില്ലായിരുന്നെങ്കിൽ ഈ പെണ്ണിനെ നമുക്ക് കിട്ടില്ലായിരുന്നു. ഇത് നോക്കൂ, ഇതാ ചെക്കന്റെ ജാതകവുമായി ഒരു പൊരുത്തവും ഇല്ല. അപ്പൊ ഗണപൊരുത്തം കിട്ടാൻ ഇവന്റെ മൂലം പൂരടായി കൊടുത്തു ഞാനാ. 8-ലെ രാശാധിപൻ വ്യാഴത്തെ പിടിച്ച് 6-ലേക്കാക്കി കൊടുത്തു. കൂടെ നോക്കടോ, അങ്ങനെ പാപസാമ്യം ഉണ്ടാക്കി. എത്ര മെനക്കെട്ടിരുന്നു ഞാനിത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ പറഞ്ഞു തന്നാ മതിയാവും. പൈസ എടുക്കണ്ടേ? വേണം. ആ പണം കിട്ടിയിട്ട് വേണം എനിക്ക് തലശ്ശേരിക്ക് പോവാൻ, താമ്പൂല പ്രശ്നം വെക്കാൻ. അവിടെ ജനങ്ങൾ സഹസ്രായിട്ട് കാത്തിരിക്കുക. വണ്ടി അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക അവരോട്. അതന്നെ എന്റെ ആ ഹൈലൈറ്റ്സിൽ ഒരു പ്ലോട്ട് സെറ്റാക്കി കൊടുക്കാണ്ട് പാർട്ടി അവിടെ കാത്തിരിക്കും. ഇത് കിട്ടിയാ പിന്നെ എനിക്കും പോകാലോ. വായിക്കളിയാ? കോഴിക്കണ്ടത്തിൽ അജി എത്രയാ? 100. കൈക്കോട്ടുകാവിൽ ഹരിദാസൻ എത്രയാ? 80. ഇവന്റെ ഒക്കെ മോളെ കല്യാണത്തിന് 500 ഉറുപ്പിക ഞങ്ങൾ ഇടപാടില്ല. ഇപ്പോഴുണ്ടെങ്ങനെ 80 വെക്കണേ ഹൃദ്യന്മാര്. നൂറ്റിത്തൊടിയിൽ ഹരിദാസൻ എത്ര? 150. ഈ 100-50 ഒക്കെ ആയിട്ട് നടുത്തൊടി ഷാജി എത്രയാ? 1000. അതാണ് ആൺകുട്ടി.
CM മുരളീധരൻ എത്രയാ? 1500. അപ്പൊ ഇതോ ആ അങ്ങനെ വരട്ടെ. നമ്മൾ രക്ഷപ്പെടൂ. ചതി, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ഇതിന് ഞാൻ പകരം ചോദിക്കും. അച്ഛനവിടെ അച്ഛാ, നിങ്ങളൊന്നും കൂടെ വരി. നിങ്ങൾ ആരാ? എന്റെ അച്ഛൻ. അതെ, എന്റെ അച്ഛൻ വലിയപറമ്പത്ത് സുരേന്ദ്രൻ. അതെ, സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ മകൻ BP സുധീഷ് അല്ലേ ഞാൻ? അപ്പൊ താണകുന്നുമ്മൽ സഹദേവന്റെ മകൾ T സിന്ധു ആണല്ലോ എന്റെ ഭാര്യ. ആണ് നിന്റെ ഭാര്യ. അവളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. എന്നാൽ എന്റെ റൂമിലെത്തിയ പെണ്ണ് അതല്ല, അതിൽ ചതി നടന്നുണ്ട്. അത് മറ്റേതോ പെണ്ണാണ്. സുബീഷേ, നീ ഒന്ന് അടങ്ങ്. ഇതൊക്കെ പോയി സമാധാനമായിട്ട് കൈകാര്യം ചെയ്യാ. മാമ, ഇത് തമാശയല്ല. താണകുന്നുമ്മൽ സഹദേവനും മകളും കൂടി എന്റെ മുഖത്ത് കരുവാരി തയ്ച്ചിരിക്കുന്നു. ആരാ അവിടെ കരി വാരി തച്ചത്? ഓ, നമ്മൾ ഷീലന്റെ മോൻ കിച്ചു വരച്ചതായിരിക്കും അല്ലേ? അല്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കല്യാണം പ്രമാണിച്ച് ഇവിടെ വെള്ള പൂശണ്ടാന്ന്? ഞങ്ങൾക്ക് അപ്പോഴേക്ക് വെള്ള പൂശിയേ പറ്റൂ. വല്ല കളറെങ്ങാനും പൂശിയാ പോരായിരുന്നോ? അതൊന്നല്ലേ, വലിയ പറമ്പത്ത് സുരേന്ദ്രന്റെയും അമ്പാപ്പുറത്ത് സുലോനയുടെയും മകനായ സുബീഷിന്റെ മുഖത്ത് താണകുന്നുമ്മൽ സഹദേവന്റെ മകൾ, അതായത് നമ്മുടെ മരുമകള് കരിവാരി തേച്ചു ഞാൻ പറഞ്ഞതാ. ഞാൻ മിണ്ടാതിരിക്കും മനുഷ്യ. മരുമകളുടെ കണ്ണിൽ കൺവശി സുധീഷിന്റെ മുഖത്തായതായിരിക്കും. നമ്മളല്ലേ മനുഷ്യന്? അല്ലാന്ന് ഇവന്റെ മുഖത്ത് കരിയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. പോയി പണി വയ്ക്കടാ. അമ്മേ, കരിവാരി തേച്ചെന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ല. ആ ഇന്ദുവിന്റെ ചതിച്ചമ്മേ. ആര് ഇന്ദു? തൊള്ളയില് കൈയിട്ട കടിക്കാത്തൊരു മോളാണത്. പിന്നെ മോനെ, മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടീനെ അനാവശ്യം പറയരുത് കേട്ടോ. അമ്മേ, ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇന്ദു അല്ലേ? അതെ അതെ, എന്തുവാണ്? എന്തുവാണ്? അമ്മ, ഇത് മറ്റൊരു പെണ്ണാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ പറ്റിയോ? സമയൊരു പാടെ. എനിക്ക് തലശ്ശേരി ആകുല പ്രശ്നത്തിന് പോവാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. യാത്ര ഇല്ല കേട്ടോ. ഞാനേ ആ ഹൈലൈറ്റ് പ്ലോട്ടിന്റെ കാര്യത്തിൽ ടീമോടെ കാത്തിക്കുന്നു. എന്നാലേ ഞാൻ പോയിട്ട് അതിനവിടെ വെക്കട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. ഞാൻ ഈ ബന്ധം നടത്താൻ വേണ്ടിട്ട് ഇവിടെ തിരുമലൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉത്തരവാദി ആവുമല്ലോ. അതെങ്ങനെയാ? ഞാൻ ഈ തിരുവനന്തപുരം തൃശ്ശൂരും ഒക്കെ പോയിട്ട് സംഭവമൊക്കെ റെഡിയാക്കിയതിനു ശേഷം ഞാൻ അതിലെങ്ങനെ ഉത്തരവാദിയോ? ഉത്തരവാദിത്തമില്ലാന്നോ? ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എല്ലാരും കൊടുക്കും. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? നിങ്ങൾ എന്താ അമ്മ പറയുന്നത്? നിങ്ങൾ പത്രമൊന്നും വായിക്കില്ലേ? ഇന്ന് എന്തെല്ലാം തരികട നടക്കുന്ന കാലാ നമ്മയ്ക്കറിയോ? സുന്ദരിയായ അനിയത്തിനെ കാണിച്ചിട്ട് എഴുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. അങ്ങനെ എന്തെല്ലാം തരികട. അങ്ങനെയാണെങ്കിൽ രണ്ടിലൊന്ന് ഇപ്പം തീരുമാനിക്കണം. നീ എന്താ മനുഷ്യ കുന്തമണിയമായിരിങ്ങനെ കുട്ടിക്കുന്നത്? എടോ സുലോ, ഈ കാള തെറ്റോന്ന് കേൾക്കുമ്പോഴത്തെ കയറെടുക്കരുത്. കാര്യങ്ങൾ നമുക്ക് നയത്തിൽ കൈകാര്യം ചെയ്യണം. എന്ത് നയത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? ഞാൻ ചതിപ്പെട്ടില്ലേ? നീ ഒന്ന് അടങ്ങ് സുബീഷേ, ഞാനൊന്ന് അവളെ കാണട്ടെ. മോളെ ഇന്ദു, ഇന്ദു. എന്ത് ഇന്ദു വന്നിരിക്കുന്നത്? അതൊരു ജന്തുവാണ് അമ്മവാ. ഇതെങ്ങനെ സംഭവിച്ചു? അല്ല മോനെ, നീ രാത്രി വാതിൽ കുത്തിക്കിട്ടില്ലായിരുന്നു? കുറ്റി കിട്ടാൽ എന്താ ഊക്ക് തുറന്നുകൂടെ? അല്ല സുബീഷേ, ഇന്നലെ രാത്രി എന്താ നടന്നത്? ഓനിപ്പോ അതറിയില്ല. അല്ല മോനെ, ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചു? ഇന്ന് പഠിക്കൽ മാമായിട്ട് പറഞ്ഞോണ്ടാ? ഇന്നലെ രാത്രി ഒരു 10-11:30 മണിക്ക് ചൊരട്ടയുമൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ബെഡ്റൂമിലേക്ക് നടക്കുകയായിരുന്നു. എന്നിട്ട്
തൊട്ടു പിന്നിൽ ഇന്ദു തൊട്ടില്ല എന്ന വിധത്തിൽ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലടോ, ഓളെ കയ്യില് പാലില്ലേനു. പ്രതീക്ഷിച്ചു, പക്ഷെ കണ്ടില്ല. അപ്പൊ രാത്രി തന്നെ കാണാതെയോ? ഇന്ദുവിനല്ല അമ്മേ, പാല് വേണമായിരുന്നു. ക്ഷീണം മംഗളാണല്ലോ. അല്ല സുലോചനേച്ചിയെ, പാല് ആ ചാലില് പോയാൽ കിട്ടൂലേനോ? ഓരാരോ മരിച്ചിട്ട വീട് പൂട്ടി പോയതാണേ. അതിനെന്താ, സൊസൈറ്റി പോയാൽ കിട്ടിയില്ലേ പാല്? അവിടെ എരുമേന്റെയും പശുവിന്റെയും ആടിന്റെയും ഒക്കെ പാലാണ് വിൽക്കുന്നത്. മോൻ അതൊന്നും ഇഷ്ടല്ല. എനിക്ക് ഒറ്റ പശുവിന്റെ പാലാ ഇഷ്ടം. അല്ല, ഇവിടെ ഇപ്പൊ പാലാണ് പ്രശ്നം? അല്ലല്ല, പാലല്ല പ്രശ്നം. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന ഇന്ദു മാറിപ്പോയത് ഞാൻ രാവിലെയാണ് അറിയുന്നത്. നേരം വെളുത്തപ്പോ അവൾ കട്ടിലിൽ ഇല്ലായിരുന്നു. ഒരു നേരെ പോകുന്നത് ഞാൻ കണ്ടു. എവിടേക്ക്? ബാത്റൂമിൽ നിന്നും തുരുതുരെ വെള്ളം വീഴുന്നത് ഞാൻ കണ്ടു. വാതിൽ തുറന്നു വന്നത് എന്തു അല്ലായിരുന്നു അച്ഛാ, മറ്റൊരു പെണ്ണായിരുന്നു. ആരാ അവിടെ നിൽക്കുന്നത്? ഇവിടെ കയറി വാ. മോനെ, ഇത് എന്തുവാണോ? അതല്ല അമ്മ, ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞത് ഇന്ദു അല്ല. ഇന്നലെ മത്താപ്പൂ കത്തി നിൽക്കുന്ന പോലെയല്ല ഇത്. എവിടെ നോക്കിന്ന്? അതെ, ഇത് ഇന്നലത്തെ പെണ്ണല്ല. പണിക്കരട്ടാ എടി, ആക്ച്വലി നീ ആരാ? ഏട്ടാ, ഒറ്റ രാത്രി കൊണ്ട് ഇത്ര മാറ്റമോ? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. ഇന്നലെ കേട്ട തേങ്ങലിന്റെ ശബ്ദം ഇത് തന്നെയാണല്ലോ. ഇതിന് നിങ്ങൾ എന്തായാലും ശിക്ഷ വാങ്ങിച്ചു തരും. എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. ഞാൻ താണകുന്നുമ്മൽ സഹദേവന്റെ മകൾ തന്നെയാണ് ടി ഇന്ദു. ഇതിനൊക്കെ കാരണം ഈ സഹദേവൻ തന്നെയാണ്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ വേണ്ടാന്ന്. എന്നാലേ പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ പറഞ്ഞോടായിരുന്നോ വേണ്ടാന്ന്? നിങ്ങളെ വേണ്ടാന്നല്ല പ്രഭീഷേട്ടാ ഞാൻ പറഞ്ഞത്. നിങ്ങളെനിക്ക് ഇഷ്ടമാണ് പ്രഭീഷേട്ടാ. ബ്യൂട്ടി പാർലർ പോണ്ടാന്ന് അച്ഛനോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ അച്ഛനാണ് പറഞ്ഞത് കാലത്തിനകത്ത് കോലം മാറണമെന്ന്. പിന്നെ കൂട്ടുകാരികളും നിർബന്ധിച്ച് അങ്ങനെ ഞാൻ ബ്യൂട്ടി പാർലർ പോയി. ബ്യൂട്ടി പാർലർ പോയപ്പോ എന്റെ മുഖത്ത് എന്തൊക്കെയോ തേച്ച് പിടിപ്പിച്ച്. പിറ്റേ ദിവസം മഞ്ഞക്കല്യാണാണല്ലോ. മഞ്ഞക്കല്യാണത്തിന് എന്തൊക്കെയോ മഞ്ഞ പോലത്തെ ക്രീമും തേച്ചപ്പോഴ് എന്റെ മുഖത്ത് എന്തൊക്കെയോ അന്നേ ഉണ്ട് ഒരു ചൊറിച്ചില്. എന്നാൽ എന്തെങ്കിലും റിയാക്ഷൻ ആയിരിക്കും. മോനെ, ഇപ്പൊ ഒക്കെ ശരിയായില്ലേ? ചെറിയൊരു റിയാക്ഷന്റെ പ്രശ്നമായിരുന്നു, അതും പോയി ശരിയാക്കാം. ഈ മോളെ കൂട്ടി അത്തേക്ക് വിളിക്കും. ജിജില്ലേ സുരേന്ദ്രേട്ടാ, ഇതിപ്പോ നാട് മുഴുക്ക നടക്കുന്ന ഒരു കാര്യമാണ്. ബ്യൂട്ടി പാർലറിൽ പോകലും മഞ്ഞക്കല്യാണവും ചുവപ്പ് കല്യാണം ഒക്കെ റിയാക്ഷൻ ആവുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോഴൊക്കെ ശരിയായില്ലേ? അപ്പൊ ഞങ്ങളുടെ കാര്യം എന്താ? നിങ്ങളെ പൈസ ഞങ്ങൾ തരും. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു നല്ല മഴവളക്കം തന്നില്ലേ? ആ നന്ദി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളെ പൈസ ഞങ്ങൾ വീട്ടിലെത്തിക്കും. കാര്യം എന്തായാലും എല്ലാം മംഗളെ കലാശിച്ചല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആയിക്കോട്ടെ. അടുത്ത വായിക്കും. വിജയ് 300